മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്താ? ഇപ്പൊ ഇയും ബിയും രണ്ട് ഇവന്റ്സ് ആണെങ്കിൽ, ഒരു സാമ്പിൾ സ്പേസ് ആണെങ്കിൽ, അത് രണ്ടെണ്ണം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ രണ്ടെണ്ണത്തിനും കൂടി ഇന്റർസെക്ഷൻ കിട്ടുന്നതെന്ന്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം എന്താ, പി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡ് ബൈ പി ഓഫ് എഫ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്താ, പി ഓഫ് എഫ് ഇൻറ്റു പി ഓഫ് ഇ ഗിവൺ എഫ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ മതി, അത്രയേ ഉള്ളൂ. അതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഓക്കെ, നമുക്കിത് നോക്കാം. ഇതൊക്കെ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിന്റെ എക്സാമ്പിൾസ് ആണിത്. ഒരു ഏൺ കണ്ടെയ്ൻസ് 10 ബ്ലാക്കും 5 വൈറ്റ് ബോൾസും ഉണ്ട്. 2 balls are drawn from the urn, വൺ ആഫ്റ്റർ ദ അതർ വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഓക്കെ, അതൊരു ബാഗ് പോലെ കൂട്ടിയാൽ മതി. ഒരു ബാഗ് ഉണ്ടായിരുന്നു, ഒരു ബാഗിൽ 10 ബ്ലാക്ക് ബോർഡും 5 വൈറ്റ് ബോൾസും ഉണ്ടായിരുന്നു. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഡ്രോൺ ബോൾസ് ആർ ബ്ലാക്ക്? അതായത് ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? റീപ്ലേസ്മെന്റും ഇല്ല. അപ്പൊ 2 ബോൾ ഞാൻ എടുത്തു അല്ലെ. അപ്പൊ ആദ്യത്തെ ബോൾ എടുക്കുമ്പോൾ ഉള്ള പ്രോബിലിറ്റി എന്താ? 10/15. രണ്ടാമത്തെ ഞാൻ ബ്ലാക്ക് ബോൾ തന്നെ എടുക്കുന്നത്. അപ്പൊ ഒരെണ്ണം കുറയും. അതായത് 10 ബ്ലാക്ക് ബോളിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞു. പിന്നെ 9 ബോളിൽ നിന്ന് ഒരെണ്ണം എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? ഒരെണ്ണം നമ്മൾ എടുത്ത് മാറ്റിയല്ലോ. അതുകൊണ്ട് 9 ടോട്ടൽ ബോൾസ് എത്രയാ? ഓൾറെഡി ഒരെണ്ണം കുറഞ്ഞു. അപ്പം 9 + 5 14 വരും. അപ്പം നമ്മുടെ രണ്ടെണ്ണത്തിന്റെയും കൂടെ, അതായത് വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ബോത്ത് ഡ്രോൺ ബോൾസ് ആർ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം എടുത്ത ബോളിന്റെ പ്രോബിലിറ്റി ഇൻറ്റു രണ്ടാമത് എടുത്ത പ്രോബിലിറ്റി, അതായത് എന്താണ് 10/15 ഇൻറ്റു 9/14 എന്ന് വരും. അതാണ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ കേട്ടോ. റൂൾ ഓഫ് പ്രോബിലിറ്റി ഫോർ മോർ ദാൻ 2 ഇവന്റ്സ്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് മൾട്ടിപ്ലി. ഓക്കെ, ഇനി ഇത് നമുക്ക് വൃത്തിക്ക് നോക്കാം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് 2 cards ആർ കിങ്, ദ തേർഡ് കാർഡ് ഈസ് ഏസ്? അപ്പൊ നമുക്കറിയാം കിങ് എത്രണ്ണം ഉള്ളത്? 4 കിങ് ഉള്ളത്, ഏസും 4 ഉള്ളത്. അപ്പൊ ഞാൻ ആദ്യം ഒരു കിങ് എടുക്കുമ്പോൾ ആ കിങ് എന്ന് വെച്ചാൽ 4 കിങ്ങിൽ നിന്ന് ഒരെണ്ണം എടുക്കാനുള്ള ഒരു ഒരു ഇതുണ്ട് എനിക്ക്. ആ 4 കിങ്ങിൽ നിന്ന് ഒരെണ്ണം എടുക്കാനുള്ള ഒരു ചാൻസ് എനിക്കുണ്ട്. അപ്പൊ 4/52 ആണ് എന്ത്? 4/52 ആണ് എന്റെ ആദ്യത്തെ കാർഡിന്റെ പ്രോബിലിറ്റി. ഓക്കെ, 3 കാർഡാകുമ്പോൾ 3 കാർഡിന്റെ പ്രോബിലിറ്റി വൃത്തിക്ക് എഴുതുക, എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ആദ്യത്തെ കാർഡിന്റെ പ്രോബിലിറ്റി എന്താണ്? 4/52. രണ്ടാമത് ഞാൻ കാർഡ് എടുക്കുക, കെ ഗീവൺ കെ. കാർഡ് എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അതായത് എന്റെ കിങ്ങിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞു, ടോട്ടലിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞു. ദാറ്റ് മീൻസ് 3/51. ഓക്കെ, ഇനി അടുത്ത കേസ് എന്താ? ഏസ് ആണ് എടുക്കുന്നത്. ഏസിന് എത്ര? 4 തന്നെ ഇല്ലേ? ഏസിന് ഒന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഏസിന്റെ പ്രോബിലിറ്റി എന്ത് വരും? 4/50. അപ്പൊ പി ഓഫ് കെ, ആദ്യം കിങ് എടുത്തു, പിന്നെ കിങ് എടുത്തു, പിന്നെ ഏസ് എടുത്തു. അതിന്റെ പ്രോബിലിറ്റി എന്താ? പി ഓഫ് കെ ഇൻറ്റു പി ഓഫ് കെ/കെ, കെ ഗിവൺ കെ, പി ഓഫ് കെ ഗിവൺ കെ. അപ്പൊ 4/52 ഇൻറ്റു ഒരെണ്ണം കുറച്ചു 3/51 ഇൻറ്റു ഏസ് 4 തന്നെയുണ്ട്, പക്ഷെ ടോട്ടൽ കുറഞ്ഞു /50. മനസ്സിലായോ? അതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്നത്. അതാണ് ഇമ്പോർട്ടന്റ്. ഇനി ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് അറിയാലോ. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എന്താ? പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ആണ് എന്ത്? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ്. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ പി എന്ന് പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ്. ഡിപ്പെൻഡന്റ് ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. ഇൻഡിപെൻഡന്റ് ഇവന്റ്സും മ്യൂച്വലി എക്സ്ക്ലൂസീവും തമ്മിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. പക്ഷെ അത് രണ്ടും സെയിം അല്ല. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അത് ഇന്റർസെക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നള്ള് കിട്ടുന്നതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞത്. പക്ഷെ ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലുമൊക്കെ കോമൺ കാണും. ഇപ്പൊ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെന്ന് പറഞ്ഞാൽ അത് കോമൺ അല്ല എന്നല്ല അതിന്റെ അർത്ഥം. കോമൺ എന്തെങ്കിലും കാണും. മ്യൂച്വലി എക്സ്ക്ലൂസീവിനകത്ത് ഒന്നും കാണത്തില്ല, നള്ളാണ്, സീറോ കോമൺ ആയിരിക്കും രണ്ടും തമ്മിൽ. ഓക്കെ, അത് ഓർക്കുക. ഇന്റർസെക്ഷൻ വരുമ്പോൾ നോക്കിയേ, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി എന്ന് നമുക്ക് ഡയറക്ട്ലി എഴുതാൻ പറ്റും. ഓക്കെ, ഇത് കണ്ടോ, ഒരു ഡൈ ഈസ് ഡ്രോൺ ഇഫ് ഇ ഈസ് ദ ഇവന്റ്, നമ്പർ അപ്പിയറിംഗ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഓക്കെ, ഈ ഒരു ഇവന്റ് ആണെങ്കിൽ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 3,6 ആണ് അല്ലെ? ഡൈസിൽ വരുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 3 വരുന്നത്. എഫ് ആണെങ്കിൽ ഈവൻ നമ്പർ ആണ്. ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് 6. അപ്പം പി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്ത് വരും? പി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 2/6 1/3. പി ഓഫ് എഫ് ഇതാണ്. ഈ ഇന്റർസെക്ഷൻ എഫ് ഒരു ആകെ ഒരെണ്ണം മാത്രമല്ല, അപ്പൊ 1/6. ഇത് രണ്ടും കൂടെ ഇത് 1/3 ഇൻറ്റു 1/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/6 എന്ന് തന്നെ കിട്ടത്തില്ലേ? അപ്പൊ ഇതെന്താണ്? ഇത് എക്സാമ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചിലതിന്റെ ഇൻഡിപെൻഡന്റ് ഇവന്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അടുത്ത കുറെ ക്വസ്റ്റ്യൻസിൽ ഇതാക്കുന്നത്. ഇത് ഞാൻ ഏറ്റവും ബേസിക് ആയിട്ട് പറയും. ഇങ്ങനത്തെ ഈ എക്സാമ്പിൾ 14 ഒക്കെ നിങ്ങൾ നോക്കി വെക്കണം. ചിലപ്പോൾ അവര് 3 മാർക്കിനൊക്കെ ഇതായിരിക്കും ചോദിക്കുന്നത്. ഇത് എളുപ്പമാണ്. അത് ജസ്റ്റ് ആ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി. അതായത് പി ഓഫ് ബി എന്താ, പി ഓഫ് എ എന്താ, പി ഓഫ് എ എന്ന് പറഞ്ഞത് പി ഓഫ് ബി എന്ന് പറയാൻ 1 - പി ഓഫ് എ ആ. അങ്ങനെ അങ്ങനെ വെച്ച് ചെയ്താൽ മതി. ഇതിൽ കോമൺ എടുക്കുക, അത് എളുപ്പമാണ്. അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി.
ഇതിൽ ഞാൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ.